അനുഗ്രഹിക്കപ്പെട്ട ഈ വചനവുമായി റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ നൽകപ്പെട്ട ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ദിനംതോറും നടന്നു വരുന്ന അനുഗ്രഹീതമായ തിരുവചന വിളംബരത്തിന്റെ ആധികാരികമായ ശുശ്രൂഷയാണ് റോസ് ഫാമിലിയിൽ നടന്നു വരുന്നത്. അനേകർക്ക് ദൈവവചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും വചനത്തിന്റെ പിന്നിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാനുമായി അനവധി ദൈവദാസീദാസന്മാരാൽ പ്രത്യേകാൽ ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിലൂടെ വിളംബരം ചെയ്യുന്നു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സായാഹ്ന വേളയിലും അല്പസമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രത്യേകാൽ വന്ദനം പറയുകയും ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകിത്തന്ന ഈ റോസ് ഫാമിലിയുടെ നേതൃത്വം വഹിക്കുന്ന കർത്തൃദാസി റോസ്ലിൻ സിസ്റ്ററോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ സായാഹ്ന വേളയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ ബെസ്റ്റ് സെല്ലർ എന്ന പേരിൽ ലോകം അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. 66 ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറിയാണ് ബൈബിൾ എന്ന് പറയാൻ കഴിയും. ടാ ബിബ്ലിയ എന്ന പദത്തിൽ നിന്നാണ് ബൈബിൾ എന്നുള്ള പേരുണ്ടായത്. ടാ ബിബ്ലിയ എന്നുള്ള പദത്തിൽ അതിന്റെ അർത്ഥം തന്നെ പുസ്തക സഞ്ചയം എന്നാണ്. പുസ്തക സഞ്ചയം. 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർത്തമാന പത്രങ്ങളിൽ നാം ദിനംതോറും നമ്മുടെ ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഇന്നലകളിൽ നടക്കുന്ന വാർത്തകളാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വർത്തമാന പത്രം നൽകിത്തരുന്നത്. ഇന്നലകളിൽ എന്ത് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് പത്രങ്ങളിലൂടെ നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കൊണ്ടുതരുന്നു. അത് നാം വായിക്കുന്നു, മനസ്സിലാക്കുന്നു. എന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ഇവിടെ ആർക്കും കഴിയുകയില്ല. പക്ഷേ വിശുദ്ധ ബൈബിളിന്റെ ഒരു വലിയ പ്രത്യേകത, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ് ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്നലകളിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും ചരിത്രമായി മാറിക്കഴിഞ്ഞു. ചരിത്രം ഇന്നത്തെ ചരിത്ര പഠിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തക്ക നിലയിൽ ദൈവത്തിന്റെ വചനം അറിയിച്ച പല പ്രവചനങ്ങളും ഇന്നിന്റെ മണ്ണിൽ അത് ചരിത്രമായി മാറി. അതിനെ മുൻകൂട്ടി രേഖപ്പെടുത്തിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിന്റെ താളുകളിൽ മൺമറഞ്ഞു പോയ സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇന്നും ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പാർസിയ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, ഇരുമ്പ മുഷ്ടി കൊണ്ട് ഭരണം നടത്തിയ റോമൻ സാമ്രാജ്യം, ഈ സാമ്രാജ്യങ്ങളെ കുറിച്ചൊക്കെ, ഈ സാമ്രാജ്യങ്ങളിൽ ലോകത്ത് ഉടലെടുത്ത ചരിത്രവും അവിടെ ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രവും എന്തിനേറെ അതിന്റെ പ്രാവചനിക ചിന്തകളുമൊക്കെ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നതായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ആ നിലകളിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ എല്ലാം കൊണ്ടും അതിശ്രേഷ്ഠമായ ഒരു പുസ്തകമാണ്. ഞാന്
സ്തോത്രം, ഈ ഒരു നിഘണ്ടുവിൽ സേവ്യർ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ആ നിഘണ്ടുവിൽ ശ്രദ്ധിച്ചപ്പോൾ രാമലിംഗം എന്ന് പറയുന്ന അറിയപ്പെടുന്ന മനുഷ്യന്റെ നിഘണ്ടു എല്ലാവർക്കും അറിയാം. എല്ലാ ഇംഗ്ലീഷ് പദങ്ങൾക്കും അർത്ഥം കൊടുക്കുകയും അതിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന നല്ല ഒരു നിഘണ്ടുവാണത്. അതിനകത്ത് സേവ്യർ എന്നുള്ളൊരു പദം അദ്ദേഹം അർത്ഥം കൊടുത്തിരിക്കുന്നത് രക്ഷകൻ. അതിനടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട് യേശു. സേവ്യർ എന്നുള്ള പദത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു പദം യേശു ആണെന്ന. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം രക്ഷകനായി രാമലിംഗത്തിന് മനസ്സിലായ ഒരാള് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് അദ്ദേഹം ആ നിഘണ്ടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിന്ത ഞാൻ വായിക്കുകയുണ്ടായി. എന്തിനാണ് ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇത് കേവലം ആരെങ്കിലും ഏതെങ്കിലും ഭാവനയിലോ ആരുടെയെങ്കിലും ചിന്തയിലോ ഉരുത്തിരിഞ്ഞൊരു ഗ്രന്ഥമല്ല. മറിച്ച് ഇതിന്റെ പിറകിൽ ഒത്തിരി ചരിത്രങ്ങളും ചരിത്ര സംഭവങ്ങളുമൊക്കെ ഇതിനകത്ത് മുൻകൂട്ടി പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കുവാൻ പോകുന്നതുമായ ആനുകാലിക, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രാവചനിക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് ഉറക്കെ അരക്കെട്ടിട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ നിസ്തുല്യത, മറ്റു ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ദൈവവചനത്തിന് മാത്രം പറയുവാൻ കഴിയുന്ന പരിപാവനത, ഉദാത്തവും ഉന്നതവും അതിശ്രേഷ്ഠവുമായ ആ അനുഭവം ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഞാൻ ചില വാക്കുകൾ ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞ് ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് എന്റെ വാക്കുകൾക്ക് പര്യവസാനം കുറിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. 1600 വർഷങ്ങൾ, 40-ലധികം എഴുത്തുകാര് ഇതിന് എഴുതിയിട്ടുണ്ട്. 40-ലധികം ആളുകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഇതിന്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പെന്റാറ്റുക്ക് എന്ന് പറയും, പഞ്ചഗ്രന്ഥങ്ങൾ. ഈ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരിയായ മോശ. ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത മോസസ് എഴുതിയ പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞാൽ ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങൾ എഴുതിയത് ദൈവത്തിന്റെ ദാസനായ മോശയാണ്. പ്രത്യേകിച്ച് അന്നത്തെ ഈജിപ്ഷ്യൻ സംസ്കാരം നാം പഠിക്കുമ്പോൾ അന്ന് നിലവിൽ നിൽക്കുന്ന അനവധി ചിന്തകളും അനവധി ആശയങ്ങളുമൊക്കെ കീറി മുറിച്ചു മാറ്റി ദൈവത്തിന്റെ വചനത്തിന്റെ ദൈവിക സത്യങ്ങളെ മനുഷ്യന്റെ കൺമുൻപിൽ തുറന്നു കാണിച്ച അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒന്നുകൂടെ അത് പറയാനുള്ള കാരണം, അന്നത്തെ ഈജിപ്തിലെ പ്രത്യേകമായിരിക്കുന്ന ഒരു പഠനം, യൂണിവേഴ്സിറ്റിയിലും മറ്റുമൊക്കെ നടക്കുന്ന ഒരു പഠനമുണ്ട്. നൈൽ നദിയുടെ തീരത്തടിഞ്ഞുകൂടുന്ന ഒരു തരം പുഴുക്കളിൽ നിന്നാണ് മനുഷ്യൻ ഉളവായതെന്നും ഉണ്ടായതെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പാഠം അവിടെ ഉണ്ടായിരുന്നു, പരിണാമ സിദ്ധാന്തം പോലെ. എന്നാൽ മോശസ് ആ പാഠം പഠിച്ചയാളാ. പക്ഷെ എഴുതുവാൻ ആരംഭിച്ചപ്പോൾ എഴുതി, ദൈവം ഈ ഭൂമിയിലെ പൊടിയെടുത്ത് മനുഷ്യനെ നിർമ്മിച്ചു എന്നും അവന്റെ അകത്ത് ജീവശ്വാസം ഊതിയെന്നും അവൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്നും ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികമായ സത്യങ്ങൾ താൻ പഠിച്ചതിനപ്പുറത്ത് ദൈവാത്മാവിൽ നിയോഗിതനായി നിവേശിതനായി എഴുതി വെച്ചൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ അനവധി എഴുത്തുകാർ, ഞാൻ പറഞ്ഞല്ലോ തുടക്കം കുറിച്ചത് ഈജിപ്ഷ്യൻ സർവകലാശാലയിൽ പഠിച്ച മോസസ് ആണെങ്കിൽ, ആമേൻ, പുതിയ നിയമത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ വാത്സല്യ ശിഷ്യനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതി അവസാനിപ്പിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. ഒന്നാമത്തെ ഗ്രന്ഥം മോസസ് എഴുതി. ഈജിപ്ഷ്യൻ സർവകലാശാലയിൽ പഠിച്ച
പഠനത്തിൽ ഉന്നത ബിരുദം നേടിയ മോസസാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ എഴുതിയ ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം, ബൈബിളിന്റെ ഒടുവിലത്തെ പുസ്തകം, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ ആമേൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തോടുകൂടെ ഈ ഗ്രന്ഥം പര്യവസാനിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. ഈ ഒന്നാമത്തെ പുസ്തകവും ഒടുവിലത്തെ പുസ്തകവും തമ്മിൽ 1600 വർഷങ്ങൾ വ്യത്യാസമുണ്ട്. 1600 വർഷങ്ങൾ, 16 നൂറ്റാണ്ടുകളിലായി 40-ലധികം തലമുറകൾ മാറി മാറി സാമൂഹിക സാംസ്കാരിക വ്യതിയാനങ്ങളുടെ ആഘാതങ്ങൾ പലതുമൊക്കെ മാറി മറിഞ്ഞു. ഈ 1616 നൂറ്റാണ്ടുകളിൽ എത്ര സ്ഥിതികൾ മാറി മറിഞ്ഞു കാണും? ഒന്ന് ശ്രദ്ധിച്ചേ. സാമൂഹിക മാറ്റങ്ങളുണ്ടായി, മതപരമായ മാറ്റങ്ങളുണ്ടായി, സാംസ്കാരികപരമായ മാറ്റങ്ങളുണ്ടായി, ഒത്തിരി ഒത്തിരി ചലനാത്മകമായ മാറ്റങ്ങൾക്ക് മനുഷ്യൻ വിധേയമായിട്ടുണ്ട്. എന്നാൽ ഈ നിലകളിലെല്ലാം പല മാറ്റങ്ങൾ വന്നെങ്കിലും ഈ 16 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവരിലൂടെ ബൈബിൾ ദൈവവചനം എഴുതുമ്പോൾ അതിന് ലേശം പോലും കോട്ടം തട്ടാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ അന്നത്തെ സാംസ്കാരിക നിലവാരമോ അന്നത്തേതായിരിക്കുന്ന മതപരമായ ഉയർച്ചയോ അന്നത്തേതായിരിക്കുന്ന മനുഷ്യന്റെ മാറ്റങ്ങളോ ഒന്നുമല്ല ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ പവിത്രാത്മാവ് എന്താണ് മനുഷ്യനോട് സംസാരിക്കാനുള്ള സന്ദേശം എന്നുള്ളത് ഇതിനകത്ത് ആമേൻ കുറിക്കുവാൻ, വരയ്ക്കുവാൻ, എഴുതി വെക്കുവാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിവേശിതരായി ദൈവദാസന്മാരെ കാലാകാലങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ച് അവരാൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൽ സാംസ്കാരികമായോ സാമൂഹികമായോ വ്യതിയാനങ്ങളുടെ ആഘാതങ്ങൾ ഒന്നും തന്നെ ലേശം പോലും ഏശിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ആ നിലകളിലുള്ള ആമേൻ ഏതെങ്കിലും ആഘാതങ്ങൾ ഈ പുസ്തകത്തെ മാറ്റിയിട്ടില്ല, മറിച്ചിട്ടില്ല. മനുഷ്യ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള വ്യത്യസ്തരായ 40ഓളം എഴുത്തുകാരാണ് ഇതിനകത്തെ ഗ്രന്ഥകാരന്മാർ. ഒന്നുകൂടെ പറഞ്ഞാൽ രാജാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, സൈന്യാധിപന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, മുക്കുവന്മാരുണ്ട്. അവർ തമ്മിൽ ആലോചിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യാതെ ആമേൻ എഴുതിയൊരു ഗ്രന്ഥം. തമ്മിൽ ആലോചിച്ച് ഇന്ന ഭാഗം നീ എഴുത്, ഇന്ന ഭാഗം ഞാൻ എഴുതാം എന്ന് പറഞ്ഞ് ആലോചിച്ച് എഴുതിയതല്ല. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ 16 നൂറ്റാണ്ടുകൾക്കകത്താണ് ഇതിന് ജന്മം കൊള്ളുവാനിടയായി തീർന്നത്. ആമേൻ. അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ ആമേൻ ഒരാൾക്കൊരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലകളിൽ ആമേൻ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലുമായിരുന്ന ആളുകളാണ് ഈ പുസ്തകത്തിന്റെ ആമേൻ ഓരോ ഗ്രന്ഥങ്ങളും പൂർത്തീകരിക്കുവാനിടയായി തീർന്നത്. 1600 വർഷങ്ങൾ കൊണ്ട് ഒരു ഗ്രന്ഥം എഴുതിയാൽ ഒന്ന് ചിന്തിച്ച്, ഇന്നത്തെ തലമുറ ഒന്ന് എഴുതുന്നിരിക്കട്ടെ. 1600 വർഷങ്ങൾ കൊണ്ട് ഒരു ഗ്രന്ഥം എഴുതിയാൽ 10ാം ക്ലാസ്സുകാരനും PhD കാരനും വിദ്യാവിഹീനനും എന്ന് വേണ്ട പല നിലകളിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒന്നിച്ച് എഴുതി ചേർത്ത് വെച്ചു എന്ന് കരുതുക. അങ്ങനെ കരുതിയാൽ തമ്മിൽ ചേരുമോ? നിങ്ങൾ പറഞ്ഞാട്ടെ, തമ്മിൽ ചേരുമോ? തമ്മിൽ ചേർക്കാൻ പറ്റുമോ? PhD കാരന്റെ ചിന്തയും ബുദ്ധിയും ഒന്നുമല്ല 10ാം ക്ലാസ്സുകാരനെ, BA കാരന്റെ ബുദ്ധിയല്ല 9ാം ക്ലാസ്സുകാരനെ. ഇങ്ങനെ വിദ്യാവിഹീനൻ, ഒരു വിദ്യയും പഠിക്കാത്ത ആമോസിനെ പോലെ കാട്ടത്തിപ്പഴം പെറുക്കുന്ന ആളുകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രവാചകനായ ആമോസ്, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗ്രന്ഥം വായിച്ചു നോക്കണം. മുക്കുവനായ പത്രോസിലൂടെ ഇന്നത്തെ ശാസ്ത്രീയമായിരിക്കുന്ന ചില കണ്ടുപിടുത്തങ്ങൾ പോലും പത്രോസിന്റെ ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലകളിൽ ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങൾ പോലും അന്നത്തെ മുക്കുവന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദാത്തതയും ഉന്നതയും ശ്രേഷ്ഠതയും നിനക്ക് മനസ്സിലായോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് വെറും കാര്യമല്ല. ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്നും സ്തോത്ര മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്നുമൊക്കെ ശാസ്ത്രത്തിന്റെ ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾ അന്ന് മുക്കുവനായ പത്രോസ് രേഖപ്പെടുത്തിയതായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്?
പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയപ്പോൾ ആത്മാവ് അവരെ കൊണ്ട് എഴുതിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമായതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനത്തിൽ ഇതിന്റെ എല്ലാം അർത്ഥാൽ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളൊരു കാര്യം, ഇതിനെ നിങ്ങൾ ത്യാജകോടിയിൽ തള്ളരുത്. ഒരു മതഗ്രന്ഥം എന്ന് പറഞ്ഞ് ചില ആളുകൾ പറയാറുണ്ട്, എങ്ങാണ്ടൂന്ന് കൊണ്ടുവന്ന ഇംഗ്ലീഷുകാരുടെ ചരക്കാണ് വിശുദ്ധ ബൈബിൾ, അവരിവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തത്, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ചിലരെങ്കിലുമുണ്ട്. ആമേൻ. അവര് കൊണ്ടുവന്ന പലതും സ്വീകരിച്ചവരാ നമ്മൾ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, നമ്മുടെ പഴയ സംസ്കാരത്തിൽ നമ്മൾ എന്താ കഴിച്ചിരുന്നത്, എന്താ ഉടുത്തിരുന്നത്, എങ്ങനെയാ ഭക്ഷിച്ചിരുന്നത്, അതൊക്കെ നമുക്ക് മതി എന്നൊരാൾ പറഞ്ഞത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചു കേട്ടു. എന്റെ തമ്പുരാനെ, അങ്ങനെ അങ്ങോട്ട് പോയാൽ ധരിക്കാനുള്ള ഒന്നും നമുക്ക് കിട്ടത്തില്ല. പണ്ടത്തെ പുള്ളികൾ ധരിച്ചതിന്റെ പേര് നമുക്കറിയാമല്ലോ, അതൊക്കെ ധരിക്കേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ ആശയവിനിമയം നടത്തുന്ന ഒരു ആശയം ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇതെല്ലാം നൽകപ്പെട്ടത് ഇവിടെയൊന്നും ഉണ്ടായതല്ല. പലതും വിദേശ ചരക്കായി നമ്മുടെ കയ്യിൽ വന്നത്, പലതും നമ്മൾ മേടിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും അനുഭവിക്കുന്നത് ഇവിടെങ്ങും ഉണ്ടാക്കിയതല്ല. സ്തോത്രം. അവിടെ നിന്ന് വന്നതാ കേട്ടോ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരു വിദേശ ചരക്കായി കണക്കാക്കരുത്. ഇത് ദൈവത്തിന്റെ വചനം മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ദൈവത്താൽ നൽകപ്പെട്ട ദൈവത്തിന്റെ ആലോചനയാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പ്രാരംഭ ബഹുമതിയായി ഞാൻ ഇത്രയും ഓർപ്പിച്ചത് ആർക്കും പുറങ്കാല കൊണ്ട് തട്ടിക്കളയാൻ കഴിയാതെ ദൈവത്തിന്റെ വചനം ആധികാരികമായി ശക്തമായി ഇന്നും നിൽക്കുന്നു. പൂ ഉതിർന്നു പോകും, പുല്ലുടങ്ങിപ്പോകും, ദൈവവചനമോ എന്നേക്കും നിൽക്കുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്റെ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത വചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വചനത്തിൽ നിന്ന് ഒരു ചിന്ത അല്പസമയം ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി വിശുദ്ധ മത്തായി സുവിശേഷം 24:33 വാക്യം ഞാൻ ആധാരമായി വായിക്കുന്നു. മത്തായി സുവിശേഷം 24:33. ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. അനവധി സംഭവങ്ങളുടെ നടുവിൽ നമുക്കറിയാം, കാലിക സംഭവങ്ങൾ അനുദിനം നാം കാണുന്നവരും വീക്ഷിക്കുന്നവരും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നവരുമാണ് നാം എല്ലാം. നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് മനുഷ്യന്റെ നടുവിൽ, പ്രത്യേകിച്ച് ഇത്രയും ഉയർച്ചയും വിടുതലും സാംസ്കാരികവും മതപരവും എന്ന് വേണ്ട എല്ലാ നിലവാരത്തിലും ഉന്നമനം പ്രാപിച്ച മനുഷ്യന്റെ നടുവിൽ അവരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ വല്ലാത്ത നിലയിൽ നമ്മെ വിഷണ്ണരാക്കുന്നവരും ഉത്കണ്ഠാകുലരാക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞ പുസ്തകം വിശുദ്ധ ബൈബിളാ. അന്ത്യകാലം എന്ന് പറയുന്ന ഒരു കാലത്തെക്കുറിച്ച് കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞാൽ യുഗത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അന്ന് നടക്കുന്ന ആയിരിക്കുന്ന മനുഷ്യന്റെ സ്ഥിതികൾ, അവരുടെ നിലവാരങ്ങൾ, അവരുടെ ധാർമ്മിക നിലവാരം, അവരുടേതായിരിക്കുന്ന ജയപരാജയങ്ങൾ, ജീവിതത്തിന്റെ പാപത്തിലൂടെ കടന്നു വരുന്ന തകർച്ചകൾ, ദോഷവശങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം എന്റെ ചിന്തയിൽ നിന്ന് നിങ്ങളോട് പറയുവാൻ, ദൈവവചനത്തിൽ നിന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു. കർത്താവ്, ഏറ്റവും കർത്താവ് അടുത്തു വന്നിരിക്കുന്നതാണ് ഈ സംഭവങ്ങളുടെ എല്ലാം പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അടുക്കൽ വാതിക്കലായിരിക്കുന്നു. ഒരാൾ ഒരു വീടിന്റെ വാതിക്കൽ വന്നാൽ വാതിൽ കടന്നാൽ മതി വീട്ടിനകത്തോട്ട് പ്രവേശിക്കാൻ എന്ന് പറയുന്നത് പോലെ കർത്താവ് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളുടെ നടുവിൽ ഇന്ന് ഈ സായാഹ്ന വേളയിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്.
മത്തായി സുവിശേഷം 24 അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം. ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ അന്ത്യകാലത്തെക്കുറിച്ച്, അവസാന നാളുകളെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആമേ പ്രസ്താവിച്ച കേവലം ജനവാക്കുകളല്ല, ഊഹാഭോഗങ്ങളല്ല. അങ്ങനെ അവിടെ സംഭവിച്ചേക്കാം, ഇവിടെ അങ്ങനെ ആയിരിക്കും, വേണമെങ്കിൽ ചിന്തിക്കാം, ഊഹിക്കാം, പറയാം, അങ്ങനെ ഒന്നുമുള്ള കാര്യങ്ങളല്ല. അങ്ങനെ സംഭവങ്ങളെ കുറിച്ച് എടുത്തു പറയാം. അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളുടെ ആ ശക്തിയേറിയ ആ അടിയൊഴുക്കിന്റെ നടുവിൽ കർത്താവ് പറയാം, ഞാൻ വാതുക്കലായിരിക്കുന്നു, ഏറ്റവും അടുത്തായിരിക്കുന്നു. ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഈ സംഭവങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് പറയാനുള്ളൊരു ചിന്ത, ഞങ്ങളുടെ കർത്താവിന്റെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, കർത്താവ് മടങ്ങി വരുമോ? കർത്താവ് മടങ്ങി വരുമോ? നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായല്ലോ. ഈ 2000 വർഷമായപ്പോ, 2000-ലോട്ട് കയറിയപ്പോ ആരോ ഒക്കെ പറഞ്ഞു 2000 കൊണ്ട് മനുഷ്യൻ അവസാനിക്കും, തീരാൻ പോവാ. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, എന്നോട് ഒരാൾ ചോദിച്ചു, കർത്താവ് 2000 വരുമോ കയറുമ്പോൾ തന്നെ? ഞാൻ പറഞ്ഞു, 2000 വരുമെന്നൊന്നും പുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷെ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നിറവേറിക്കൊണ്ടിരിക്കുക. ഞങ്ങളാരും ഡേറ്റ് പറഞ്ഞില്ല, ഇന്ന ദിവസം വരുമെന്ന്. അങ്ങനെ പറഞ്ഞ ചിലരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞതുപോലൊന്നും വന്നില്ല. ദൈവവചനത്തിൽ ഒരു ദിവസം കുറിച്ചിട്ടില്ല. ദൈവവചനം പറയുന്നത് അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. 2-3 ചിന്തകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഒന്ന്, നമ്മുടെ വാതുക്കലായിരിക്കുന്ന ദൈവവചനം പഠിപ്പിക്കുന്ന ചില ചിന്തകൾ എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരും. ആദ്യമായി നാം ഇങ്ങനെ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 4:6-7, 4-ാം അധ്യായം അതിന്റെ 6-7 ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം, നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും അടുക്കൽ, അതാ പറഞ്ഞു, ഏറ്റവും അടുക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവാ. രണ്ടാമത്, നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്നത് പാപമാ. പാപം നിന്റെ അടുക്കൽ കിടക്കുന്നു എന്നാ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലർ ചോദിക്കുന്നത്, എന്റെ പാസ്റ്റർ എങ്ങനാ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നേ? പാപം ചെയ്യാതെ നിങ്ങൾ പറയുന്നത് പോലൊക്കെ ജീവിക്കാൻ ഭയങ്കര പാടാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനുമായിട്ട് സംസാരിച്ചു വളരെ നേരം. അദ്ദേഹം പറയുന്നു, വലിയ പ്രയാസമാ. നിങ്ങൾ പറയുന്ന പോലെ മദ്യപിക്കാതെ, കുടിക്കാതെ, വഴക്കുണ്ടാക്കാതെ, ചീട്ട് കളിക്കാതെ, തല്ലാതെ, കൊല്ലാതെ, ഇങ്ങനെയൊക്കെ ചെയ്യാതെയൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? സ്തോത്രം. ഞാൻ അദ്ദേഹത്തോടൊരു ഉത്തരം പറഞ്ഞു. ഈ ക്ലോക്കിനെ കണ്ടോ? അതെ, ഈ ക്ലോക്ക് ചിന്തിക്കുക, ഞാൻ എങ്ങനെയാ അടുത്ത വർഷം മുഴുവൻ ഓടുന്നെന്ന് ചിന്തിച്ചാൽ അതിന് ഓടാൻ പറ്റത്തില്ല. പക്ഷെ 1 സെക്കൻഡ് അത് ഓടും. അങ്ങനെ ഓടി 60 സെക്കൻഡ് ആകുമ്പോൾ 1 മിനിറ്റ് ആകും. അങ്ങനെ ഓടി 60 മിനിറ്റ് ഓടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 1 മണിക്കൂറാകും. 1 മണിക്കൂർ ഓടും. 24 മണിക്കൂർ ഓടിക്കഴിയുമ്പോൾ 1 ദിവസമാകും. എന്തിനേറെ, അങ്ങനെയുള്ള 24 മണിക്കൂർ 7 ദിവസം ഓടിക്കഴിയുമ്പോൾ ഒരാഴ്ചയാകും. അങ്ങനെ 4 ആഴ്ച ഓടിക്കഴിയുമ്പോൾ 1 മാസമാകും. അങ്ങനെ 12 മാസം ഓടിക്കഴിയുമ്പോൾ 1 വർഷമാകും. അപ്പൊ ഈ പുള്ളി പറയാ, ഞാൻ എങ്ങനെ 1 വർഷം ഓടുമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ 1 സെക്കൻഡ് ഓടിക്കേ, അന്നേരം നിനക്ക് 1 മിനിറ്റ് ഓടാനുള്ള ബലം കിട്ടും. 1 മിനിറ്റ് ഓടിക്കേ, 1 മണിക്കൂർ ഓടാനുള്ള. അങ്ങനെയാ ഇത് ഓടുന്നേ.
അല്ലാതെ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാ ഓടുന്നത്, എനിക്ക് എങ്ങനെ ഈ ബന്ധം എനിക്കിങ്ങനെ ഈ മദ്യത്തോട് വിട പറയാൻ കഴിയും, എനിക്ക് എങ്ങനെ ദോഷം ചെയ്യാതെ ജീവിക്കാൻ കഴിയും? നോ. നീ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് വന്നാൽ നിന്നെ ശക്തീകരിക്കുന്ന ഒരു കരം നിനക്ക് മീതെ ചലിക്കും. ഞാൻ അവസാനം അത് പറഞ്ഞ് കൺക്ലൂഷൻ ചെയ്തപ്പോൾ ആ സഹോദരൻ എന്റെ കൂടെ പ്രാർത്ഥിക്കാനിടയായി. അതിന്റെ പ്രാപ്തി നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ആവശ്യമുണ്ടെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ മനുഷ്യനെ കൊണ്ട് തിന്മ, പാപം ചെയ്യിച്ച്, ദോഷം ചെയ്യിച്ച്, തകർത്ത് തരിപ്പണമാക്കി അവന്റെ കുടുംബവും ജീവിതവും അവന്റെ ജീവിതചര്യകളും അവന്റെ അനുഭവങ്ങളുമൊക്കെ അവനെ തകർക്കുവാൻ ശക്തിയോടെ പോരാടുന്ന ഒരു ശക്തിയാണ് പാപം. പാപത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് എന്താ? പാപം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താ? പിശാച. അത് ഈ പുസ്തകത്തിൽ പഠിക്കാനായിട്ട് കഴിയും. വാക്യങ്ങളൊക്കെ ദീർഘമായിട്ട് ഞാൻ എടുക്കുന്നില്ല. സ്വതവേ അല്ല മനുഷ്യൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അവനെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടത, അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ശക്തി, ഒരു തിന്മയുടെ ശക്തി അവന്റെ മേൽ കുടികൊള്ളുകയാണ്. നമുക്കറിയാം, നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ പിശാചുണ്ട്. ഇത് രണ്ടും ഒരുപോലെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവം ഇതൊന്നും സൃഷ്ടിച്ചിട്ടല്ല. ചില ആളുകൾ പറയുന്ന ദൈവം എന്തിനാ പിശാചിനെ സൃഷ്ടിച്ച്, ദൈവം എന്തിനാ ഏദൻ തോട്ടം സൃഷ്ടിച്ച്, ദൈവം എന്തിനാ ഈ തിന്മയെല്ലാം കൂടെ മനുഷ്യന് കൊടുത്തത്. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, എന്തിനാ ഈ കഷ്ടതയെല്ലാം ദൈവം മനുഷ്യന് കൊടുത്തത്? സ്നേഹിത, കഷ്ടതയെല്ലാം ദൈവം തന്നതല്ല, മനുഷ്യൻ തന്നെ മേടിച്ചു വെച്ചതാ ഇതെല്ലാം. കഷ്ടതയോടുകൂടെ നീ അഹോവൃത്തി കഴിക്കുമെന്നും നീ ഈ നിലകളിലെല്ലാം ആയിത്തീരണമെന്നും ഒക്കെ ഉണ്ടായതിന്റെ പിന്നിൽ നിന്നിൽ രൂഢമൂലമായി തീർന്ന പാപത്തിന്റെ ഘനീഭവിച്ച ശക്തിയാണ് നിന്നെ കൊണ്ട് ഈ ദോഷത്തിലേക്ക് നയിച്ചത്. നന്മയുള്ളവനായി, നേരുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ പുസ്തകം പറയുന്നു, അവനും അനേകം സൂത്രങ്ങളെ കണ്ടുപിടിച്ചു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന്റെ പുസ്തകത്തിൽ, സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലുണ്ട്, നേരുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. നേരെ ജീവിക്കണം, നേരെ സ്ട്രൈറ്റ് ആയിട്ട്, സത്യമായിട്ട്, സത്യമേ പറയാവൂ, ചെയ്യാവൂ, ദൈവം സത്യമാകുന്നു, ദൈവവചനം സത്യമാകുന്നു, ഇതൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചു. പക്ഷെ വളഞ്ഞ വഴി തപ്പി അവൻ നടക്കുക. ഇരുളെവിടെയുണ്ടോ അവിടെയാ പുള്ളിക്ക് ഇഷ്ടം. ഇരുളിലേക്ക് തിരിയുന്ന, അതിലേക്ക് പോകുന്ന മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന ഒരു ശക്തി ഉണ്ടെന്നേ, അതാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നേ. പക്ഷേ നിനക്കതിനെ കീഴടക്കാൻ കഴിയണമെന്ന് ദൈവവചനം പറയുന്നു. നീ അതിനെ കീഴടക്കണം. ഇതാരോടാ പറയുന്നത്? ആരാധിക്കാൻ വന്നവനോടാ. സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. ആരാധനയോടുള്ള ബന്ധത്തിലും ദൈവത്തെ വിളിക്കാൻ വന്നവരിലും ഞങ്ങളും മതവിശ്വാസികളാ, ഞങ്ങൾക്ക് മതമുണ്ട്, ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, ബഹുമാനമുണ്ട്, ദൈവത്തെ വണങ്ങുന്നവരാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, ഈ പാപത്തിന്റെ ശക്തി മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ആരാധനയുടെ മണ്ഡലത്തിൽ തന്നെ ശരിയായി ദൈവ സാന്നിധ്യവും ദൈവിക അനുഭവം പ്രാപിച്ചില്ലെങ്കിൽ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കായിനെ, നീ നന്മ ചെയ്തിരുന്നെങ്കിൽ നിന്നിൽ ഞാൻ പ്രസാദിക്കുകയില്ലായിരുന്നു. പക്ഷെ നീ തിന്മ ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് നിന്നിൽ പ്രസാദിക്കാതിരിക്കാൻ കഴിഞ്ഞത്. കണ്ടോ, ദൈവം പോലും മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യണമെന്നാ, വ്യവസ്ഥ പ്രകാരം ചെയ്യണമെന്നാ. എന്താ വ്യവസ്ഥ? വ്യവസ്ഥയുണ്ടെന്നേ. ആരാധനയ്ക്കൊക്കെ വ്യവസ്ഥയുണ്ട്. എങ്ങനെയെങ്കിലും ആരാധിക്കുന്നത് ദൈവാരാധനയല്ല. ഇവിടെ ചില വ്യവസ്ഥകൾ ആദമിനും ഹൗവയ്ക്കും ദൈവം കൊടുത്തിരുന്നു. സവിസ്താരമായി ഞാൻ വിസ്തരിക്കുന്നില്ല. ആരാധന തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ തന്നെയാ. അതെന്നെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊതിക്കുന്നൊരു കാര്യം,
ദൈവത്തിന്റെ സാന്നിധ്യവും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സാമീപ്യവുമാണ്. ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ. പക്ഷെ അവിടെ വിടവുണ്ടാക്കിയതാണ് പിശാചിന്റെ പണി. ദൈവത്തിലോട്ടടുത്ത് വന്ന് ദൈവസ്നേഹത്തിനകത്ത് ആഴമേറിയ ബന്ധത്തിൽ ദൈവിക തേജസ്സും കൃപയുമൊക്കെ അനുഭവിച്ച് മനുഷ്യന് സമാധാനത്തോടെ ജീവിച്ച് നല്ല നിലയിൽ മുന്നേറുവാൻ ദൈവം ഒരുക്കിയ നല്ല വഴികളൊക്കെ ഉണ്ടല്ലോ, പിശാച് തഴുതിട്ട് അടച്ചു കളഞ്ഞു. അതിന്റെ പുറകിൽ ദൈവിക അനുസരണമോ ദൈവിക സാന്നിധ്യമോ ദൈവിക സാമീപ്യമോ ഒന്നും ഇനി അവൻ അനുഭവിക്കരുതെന്ന് ആഗ്രഹിച്ച് അവന്റെ ജീവിതത്തെ എങ്ങനെയാക്കിയെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് അകറ്റി. ദൈവവും മനുഷ്യനും തമ്മിൽ വലിയൊരു അകൽച്ചയിലായിപ്പോയി. അകൽച്ചയിലായിപ്പോയെന്ന് ആരാ പറയുന്നത്? മനുഷ്യൻ പറയുക. ദൈവം മനുഷ്യനെ തേടി ഇറങ്ങി വന്നു കേട്ടോ. ഏതൊക്കെ പാപം ചെയ്താലും ദൈവം ഇപ്പോഴും മനുഷ്യനെ അന്വേഷിക്കുക. ആദമേ, നീ എവിടെ? നീ എവിടെ? ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ദൈവം തിരഞ്ഞു വരികയാ. അപ്പൊ പുള്ളി പറയാ, ഞാൻ മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുക. ഇന്നലെ വരെ ദൈവം വരുമ്പോൾ ഓടിച്ചെന്ന് സന്തോഷത്തോടുകൂടെ അന്യോന്യം സംഭാഷണം നടത്തുന്ന ഒരാദം ഇന്ന് അവിടെ ഇല്ല. ദൈവസാന്നിധ്യം കാണുമ്പോൾ തന്നെ ഓടുക. ദൈവസാമീപ്യത്തിന് മുമ്പിൽ ഇല്ല. ദൈവത്തെ കണ്ട് ആരാധിക്കാൻ കഴിയാത്തതുപോലെ എന്തോ അവനിൽ സംഭവിച്ചു. എന്താ കാര്യം? പാപം, അനുസരണക്കേട്, കൽപ്പനാലംഘനം, എന്തിന് അകൃത്യം, അതിക്രമം, അതെല്ലാം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഒരു നിമിഷം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മറയാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ലോകവും അത് തന്നെയല്ലേ. ദൈവം മനുഷ്യനെ തേടുകയാ. തന്റെ കരാങ്കുലികങ്ങൾ കൊണ്ട് മെനഞ്ഞ് മൂക്കിൽ ജീവശ്വാസമൂതി ആയുഷും ആരോഗ്യവും നൽകി വഴി നടത്തി കൃപയിൽ സൂക്ഷിച്ച് പകലാണെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോഴും ദൈവത്തിന്റെ കരുതലും കാവലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചറിഞ്ഞില്ല. അപകടങ്ങളും അനർത്ഥങ്ങളും വരണ്ടിയ സ്ഥാനത്ത് ദൈവം സൂക്ഷിച്ച എത്രയോ കരുതലുകൾ, വിടുതലുകൾ, അവയെ പ്രാപിക്കാൻ കഴിയാതിരുന്ന പല നന്മകൾ, പ്രതീക്ഷിക്കാത്ത പല വിടുതലുകൾ എല്ലാം ദൈവം നൽകി. പക്ഷേ മനുഷ്യൻ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും പറയുന്നത് അതൊക്കെ ഇങ്ങ് പോരട്ടെ, പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ട, ദൈവിക സാമീപ്യം വേണ്ട. ആ സാന്നിധ്യം വിട്ടവൻ ഓടുകയാ. എങ്ങോട്ടാ? പാപത്തിലേക്ക്. പാപം അവനെ വലിച്ചിഴക്കുകയാ. അവനെ പാപത്തിൻ്റെതായിരിക്കുന്ന ആ സന്തോഷത്തിൽ, താൽക്കാലികമായ ഇംഗിതത്തിൽ, അതിൻ്റെതായ ലഹരിയിൽ, അതിൻ്റെ സുഖത്തിൽ മതിമറന്ന് ദൈവത്തെ കൂടാതെ കടന്നു പോകുന്ന മനുഷ്യനെയല്ലേ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ സന്തോഷം അല്പനീളമേ ഉള്ളെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. അവൻ വിചാരിക്കുന്നത് ഇതിന്റെ സന്തോഷം വലുതാണെന്ന, മദ്യത്തിന്റെ സന്തോഷം എമ്മാത്രമുണ്ടെന്ന്. ഒരു തികഞ്ഞ മദ്യപാനി തൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. ജീവിതത്തിൽ ദൈവം കൊടുത്ത നല്ല അവയവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ അവസാനം നിർജീവമായി ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ആയുഷിന്റെ നല്ല ദിനങ്ങൾ കാണുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. ഒരാളെന്നോട് ചോദിച്ചു, കുടിക്കാത്തവരാരുണ്ടെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ കുടിച്ചെങ്കിലേ പറ്റുള്ളൂ പാസ്റ്ററെ. അങ്ങനെയാണെങ്കിൽ ആയിക്കോന്ന് നമ്മളും പറഞ്ഞു. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ അത് നിന്നെ കാർന്ന് തിന്നുക. നിന്റെ മദ്യപാനം നിന്നെ കാർന്നു തിന്നുകയാ. നിന്റെ പുകവലി നിന്നെ കാർന്നു തിന്നുകയാ. നിന്റെ മാസ്മര ലഹരികൾ നിന്നെ കാർന്നു തിന്നുകയാ. ഒത്തിരി 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 നിബന്ധനകളും നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ ഗവൺമെന്റ് സഹിതം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ ഈ വേലിയെല്ലാം പൊളിച്ച് അവൻ സ്വന്തമായ സ്വാർത്ഥതയ്ക്കും ഇഷ്ടത്തിനും വേണ്ടി പാപത്തിന്റെ പിന്നാലെ ഒഴുകി ഇറങ്ങുമ്പോൾ ഇന്ന് ഒരു ദൂത് നിങ്ങളോട് പറയാനുള്ളത്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. ആമേൻ. നിനക്ക് അനുകൂലമായി നിന്നിലേക്ക് പ്രവേശിച്ച് നിന്റെ ജീവിതം തകർക്കുവാൻ, തീർക്കുവാൻ, നിന്നിലൂടെ ചിലത് പ്രവർത്തിക്കുവാൻ, നിന്നിൽ
അവൻ കത്തിയെടുത്തൊരു കൊലപാതകം ചെയ്യുവാൻ, നീ അതിക്രമം ചെയ്യുവാൻ, നീ പാപം ചെയ്ത് നിന്റെ കുടുംബം തകർക്കുവാൻ, അവൻ നിന്റെ അകത്ത് കയറി ദൂട്ടാൻ നിന്റെ ജീവിതത്തെ കാർന്നു തിരുന്നതിന് മുമ്പ് നീ ഈ പാപത്തെ കീഴടക്കണം. ഇതിനെ കീഴടക്കണം. അത് നിന്നെ കീഴടക്കരുത്, നീ അതിനെ കീഴടക്കണം. നമുക്കറിയാം, ഒരു കൊച്ചു മനുഷ്യനാണെങ്കിലും വേണ്ടുമില്ല, ഒരു വലിയ ആനയെ എന്ത് ചെയ്യുന്നറിയാമോ? ഇടതാനെ വലതാനെ എന്നൊക്കെ പറയുമ്പോൾ ആനയും കൊണ്ട് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വളർന്നത് എസ്റ്റേറ്റില്ല. അന്ന് അശോകനാന എന്നൊക്കെ പറയുന്ന തടി പിടിക്കാനായിട്ട് എസ്റ്റേറ്റിൽ വന്ന ആനയെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളതിൻ്റെ പുറകിലൊക്കെ കുഞ്ഞ് ആയിരുന്ന അവസരമായിരുന്നുകൊണ്ട് പമ്മി മാറി നിന്ന് നോക്കും. ഇവരിടതാന എന്ന് പറയുമ്പോൾ ഇടത്തോട്ട്, വലതാന എന്ന് പറയുമ്പോൾ വലത്തോട്ട്, ചെറിയ സ്തോത്രം ഇങ്ങനെ ഇതിനെ കൊണ്ടു നടക്കുന്ന കാഴ്ച ഞാൻ കണ്ടുണ്ട്. ഒരു കൊച്ചു മനുഷ്യൻ. പക്ഷേ ഇവൻ ഇതിനെ കൊണ്ട് നടക്കുന്നെങ്കിൽ ഒരു കൊച്ചു വീടിയുടെ മുമ്പിൽ ഇവൻ തോറ്റു പോവുക. അതാ കുഴപ്പം. ഇത്രയും വലിയ ആനയാ കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഒരു കൊച്ചുവീടി വലിക്കേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. ആ പുകയെടുത്തെങ്കിൽ ഇവനകത്ത് എന്തോ ഉള്ളെന്നാ പറയുന്നേ. ഇവനിതിന് അഡിക്റ്റായിപ്പോയി, മദ്യത്തിന് അഡിക്റ്റായിപ്പോയി, പാപ സ്വഭാവത്തിന് അഡിക്റ്റായിപ്പോയി. എത്രയോ ജീവിതങ്ങൾ ഈ നിലകളിൽ ദോഷകരമായ പാപകരമായ ചാലുകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവൻ നിന്നെ കീഴടക്കി, നിന്നെ ഇല്ലാതാക്കി, നിന്റെ കുടുംബത്തെ നശിപ്പിച്ച് നന്മകൾ ഉണ്ടാകേണ്ട സ്ഥാനത്ത് നിനക്കെതിരെ വാദിക്കുന്ന ഈ ദൂട്ടന്റെ പീശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഒരു മോചനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടുകൊണ്ട് വ്യക്തിപരമായി നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, സ്നേഹിത, പാപം നിന്റെ വാതുക്കൽ, നിന്റെ കുടുംബത്തിന്റെ വാതുക്കൽ, നിന്റെ ജീവിതത്തിന്റെ വാതുക്കലുണ്ട്. നീ അതിനെ കീഴടക്കണം. നിനക്കതിന്റെ മേൽ ജയമെടുക്കണം. അതിനൊരൊറ്റ നാമമേ ഉള്ളൂ, അതാണ് യേശുവിന്റെ നാമം. പാപത്തിന്റെ മേൽ ജയം തരുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. 2, മരണം നിന്റെ വാതുക്കൽ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5:9 നാം ഇങ്ങനെ വായിക്കുന്നു, മരണം നിന്റെ വാതുക്കൽ. എല്ലാവരും ഓർക്കണം, മരണം നിന്റെ വാതുക്കലുണ്ട്. മസിൽ പവറും മണി പവറും ഒക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾ പറയും, ഓ എന്നാ നടക്കാന്, ആരാ, എന്താ, എന്ത് വന്നാലെന്നാ, ഞാൻ വലിയ പുള്ളിയാണെന്നുള്ള ധാരണയില്ല പലരും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മരണത്തിൻ്റെ തണുത്ത കരം നിന്റെ മുഖം പൊത്തുന്ന എപ്പോഴാന്നറിയത്തില്ല. ആർക്കാ, എവിടെയാ, എപ്പോഴാ മരണമെന്നറിഞ്ഞുകൂടാ. ഇന്ന് ഒരു ദൈവദാസിയുടെ മരണത്തിൽ സംബന്ധിക്കുകയുണ്ടായി. 57 വയസ്സ് ഉള്ളൂ. പ്രതീക്ഷിക്കാതെ അല്ല, ചില മാരകരമായ രോഗത്തിൽ ചില നാളുകൾ കഴിഞ്ഞുകൂടി. കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. 57 വർഷമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. ഞാൻ പറഞ്ഞത് എത്രയാ ആയുസ്സെന്ന് ആർക്കറിയാം? ജീവിതമെന്ന് പറയുന്നത് ആമേൻ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പിറക്കുന്നു, ഒരു ദിവസം കരയിപ്പിച്ചും കൊണ്ട് പറക്കുന്നു. ഇതിനിടയിലാ ജീവിതം കേട്ടോ. ഇവിടെ ജനിച്ചു വീഴുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ നേഴ്സുമാർ നുള്ളിക്കരയിക്കും, കൊച്ചിന് വായുണ്ടോ കരച്ചിലുണ്ടോ എന്നറിയാൻ. കരഞ്ഞെങ്കിലേ കുഞ്ഞു പിറന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നുള്ളിക്കരയിക്കും. ഇവിടുന്ന് പോകുമ്പോൾ ഇവര് കരയത്തില്ല, ഇവിടെ ഉള്ളവരെ എല്ലാം കരയിപ്പിച്ചുകൊണ്ടങ്ങ് പോകും. ഇതിനിടയിലുള്ളതാ ജീവിതം. അത് എത്ര വർഷമാണെന്നൊന്നും അറിയത്തില്ല. 2 കരച്ചിലിനിടയിലുള്ള ജീവിതം. ആ ജീവിതത്തിൻ്റെ ആ അർത്ഥത്തെക്കുറിച്ച് ഗ്രഹിക്കുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ മരണമുണ്ടെന്നുള്ളത് കൊണ്ട് ജീവിതത്തിന് അർത്ഥം വലുതാ. ഒരു മരണമുണ്ട് സഹോദര. ഒരാൾ പറഞ്ഞു, യേശുവിനെ അംഗീകരിക്കണം, സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിക്കാം പാസ്റ്റർ, ഇപ്പം നല്ല യൗവന പ്രായമാ, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, നല്ല കഴിവുണ്ട്, ഇപ്പൊ ജോലിയൊക്കെ ചെയ്യാനും ഓടാനും ചാടാനും മദ്യപാനത്തിനും എല്ലാത്തിനും കഴിവുള്ള സമയമാ. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് എനിക്ക് പ്രായമൊക്കെ ആയി, ക്ഷീണമൊക്കെ ആയി, ജരാനരകളൊക്കെ ബാധിച്ച് വീട്ടിലൊരു വീടിന്റെ കട്ടിലിന്റെ മൂലയിലിരിക്കുമ്പോൾ ഞാൻ യേശുവിനെ അറിഞ്ഞോളാം, സ്വീകരിച്ചോളാം. പക്ഷെ ഒരു ചോദ്യം, സ്നേഹിത, മരണം എപ്പോഴാ നിന്നെ പിടിക്കും നിനക്കറിയാമോ? മരണത്തിന്റെ തണുത്ത കരം. നീ പറയുന്നു ജരാനര ബാധിക്കും, നീ കട്ടിലിന്റെ മൂലേ വരും, അങ്ങനൊന്നും വരത്തില്ല. എപ്പോഴാണ് മരണത്തിന്റെ കരം നിന്നെ പിടിക്കുന്നെന്നറിയാമോ? അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വന്നില്ലെങ്കിൽ നീ കെട്ടുന്ന സ്വപ്ന കോട്ടകളൊക്കെ തകർന്നു പോകും.
എത്രയോ സ്വപ്നങ്ങളും ആശയങ്ങളും അർത്ഥങ്ങളും, നാളെ ഞാൻ ഇന്നത് ചെയ്യും, ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരിടിഞ്ഞ ശവക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി. സ്തോത്രം. എല്ലാം സാധിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു, മരണം നിന്റെ മുൻപിലുണ്ട്. മരണം നിന്റെ മുൻപിലുണ്ട്. എല്ലാവരും അറിയണം, മരണമുണ്ട്. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ഒരിക്കലേവരും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. അതുകൊണ്ട് തന്നെ മരണം മുൻപിലുള്ളത് കൊണ്ട് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയട്ടെ, മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിയാ നിങ്ങൾ. അതേന്ന് ഇവിടെ കാക്ക ചാകുന്നു, പട്ടിയും പൂച്ചയും ചത്തുപോകുന്നു, കോഴിയും താറാവും ചാകുന്നു, എലിയും പുലിയും ചാകുന്നു. ഇതെല്ലാം ചത്തുപോവുക. പക്ഷെ നിങ്ങൾ ചത്തുപോകുന്നില്ല. സത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് സത്ത് പോവുക. ഈ ചത്തുപോകുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അത് ചത്തുപോകുന്നു എന്നല്ല, സത്ത് പോകുന്നു എന്നാ. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സത്തിരിപ്പുണ്ടായിരുന്നു, വെള്ളോട്ട് പോയി. സത്തേ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടെന്നേ. അടുത്ത കാലത്ത് ശാസ്ത്രം മനുഷ്യന്റെ മരണശേഷം മനുഷ്യരിൽ നിന്ന് എന്താ നഷ്ടമായതെന്ന് കണ്ടുപിടിക്കാൻ പലവരും ശ്രമിച്ചു. എന്തോരം ഖനം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് മരണത്തിന്റെ അവസ്ഥയിൽ. അവസാനം മനസ്സിലായി, ഒരു ആത്മാവിന്റെ തൂക്കത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം കണ്ടെത്തി. മനുഷ്യനിൽ നിന്ന് ഇത്ര തൂക്കമുള്ള ഒരു ആത്മാവ് അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഇന്ന് എഴുതിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ അകത്തു നിന്ന് നഷ്ടപ്പെടുന്ന, സത്തുപോകുന്നത് പോലെ പോകുന്ന ഒന്നാണ് ദൈവം നൽകിയ ആത്മാവ്. അതിനെക്കുറിച്ച് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ചാർവക മതം ഒഴിച്ച് സകല മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. കാരണം കേവലം 60 വർഷം ജീവിച്ച് ഇവിടം കൊണ്ട് തീരാനുള്ളവരല്ലെന്ന് നമ്മളാരും. അല്ല, ചത്താത്തല തെക്കോ വടക്കോ, നോ, ഇല്ല. നമുക്ക് ഒരു നിത്യതയുണ്ട്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ആത്മാവിനെ അകത്ത് പ്രവേശിപ്പിച്ച. ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയുള്ളതാ. പക്ഷെ ആത്മാവിന് സംഭവിച്ച അവിനാശം, തകർച്ച, ആ വിനാശം എന്ന് പറയുന്ന, തകർച്ച എന്ന് പറയുന്നത് പാപമാ. പാപം ആത്മാവിൽ രൂഢമൂലമായത് മൂലം മരണത്തെ കൊണ്ടുവന്നു. മരണം മനുഷ്യനെ എന്ത് ചെയ്തു? പാപത്തിലൂടെ ആമെ തകർത്ത്, ആമെ ജഡത്തിലും ആത്മാവിലും, ആമൻ ഒന്നുകൂടെ പറഞ്ഞാൽ നാശത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ തകർച്ചയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ മനുഷ്യന് വേണ്ടി രക്തം ചൊരിഞ്ഞുകൊണ്ട് മരണം തന്നെത്താൻ ഏറ്റെടുത്ത്, ആമേൻ, ഒരു പാപവും ചെയ്യാതെ പാപത്തിന്റെ ശമ്പളമായ മരണം മുഴുവൻ ഏറ്റെടുത്ത് അതിനെ മുഴുവൻ മട്ടോളം വലിച്ചു കുടിച്ച് 5 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിച്ച് അവസാനം പറഞ്ഞു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്തവനെ ആമേൻ മരണത്തിന് വേണ്ടി വിധിച്ച് ഒരു പച്ചപ്പൈമര കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോഥായുടെ തെരുവീതിയിൽ കാൽവരുടെ മേട്ടും പുറത്ത് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ പിടഞ്ഞു മരിക്കുമ്പോൾ മരണം അവൻ ആസ്വദിക്കുകയായിരുന്നു. അനേകർക്ക് വേണ്ടി മരണം ആസ്വദിച്ച എന്റെ കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നു, താനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തന്റെ പുത്രനെ ക്രൂശിന്മേൽ ഈ യാഗമാക്കി, കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനാക്കി തന്റെ പുത്രനെ ക്രൂശിന്മേൽ നൽകി തന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ മരണത്തിന്റെ മരണമണി മുഴങ്ങിയെന്നേ. ആ ക്രൂശിലാ മരണത്തിന്റെ മരണമണി മുഴങ്ങിയത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ചെങ്ങമ്പുഴ ഒരിക്കൽ പാടി, ഈ മരണത്തിന്റെ മരണമണി എപ്പോഴാ മുഴങ്ങുന്നെന്ന്. പക്ഷെ മുഴങ്ങി. ആമേൻ. ഞങ്ങൾ വിളിച്ചു പറയുന്നു, എവിടെയാണെന്നറിയാമോ? ക്രൂശിൽ മരണത്തിന്റെ മരണമണി മുഴങ്ങി. ആമേൻ. 3-ാം
ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഒരവശേഷിപ്പും ശേഷിപ്പിക്കാതെ ആമേൻ പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് പുറത്തു വന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തിന് സമാധാനം നൽകിയ യേശുവിൻ്റെ സാന്നിധ്യം മരണത്തിനപ്പുറത്ത് മനുഷ്യന്റെ ആത്മാവിന് നിത്യത ഒരുക്കുന്നതാണെന്ന് വ്യക്തമായി ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ, നിത്യതയ്ക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി, സായുജ്യത്തിന് വേണ്ടി, സാമീപ്യത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഓടുന്ന മനുഷ്യ, പാപത്തിൽ നിന്റെ അകത്തലങ്ങളിൽ കൂടുവെച്ച് ദൈവിക സാന്നിധ്യം വിട്ടകന്ന് ദോഷത്തിലേക്കും നാശത്തിലേക്കും മരണത്തിലേക്കും ഓടുന്ന നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് നിന്റെ അകത്തലത്തിൽ പുത്തനായ ഒരു ആത്മാവിനെ നൽകി ജീവിതത്തിൽ അധമമായ അനുഭവങ്ങളിൽ നിന്ന് ഉത്തമമായ അവസ്ഥയിലേക്ക് നിന്നെ പണിതെടുക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിലൂടെ മാനവവർഗത്തിന്റെ മരണം മാറ്റിക്കൊണ്ട് നിത്യജീവനെ പ്രദാനം ചെയ്യുന്ന നിർമ്മലമായ സുവിശേഷമെന്ന് ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, മരണം മാറ്റുന്ന സുവിശേഷം. 2, അപ്പൊ 1, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. 2, മരണം നിന്റെ വാതിക്കൽ കിടക്കുന്നു. 3, ന്യായവിധി നിന്റെ വാതിക്കൽ. യാക്കോബിന്റെ ലേഖനത്തിൽ നാം അങ്ങനെ വായിക്കുന്നു, ന്യായവിധി നിന്റെ വാതിക്കൽ. യാക്കോബ് 5:9 ന്യായാധിപൻ നിന്റെ വാതിക്കൽ. ശ്രദ്ധിക്കണമേ, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മുടെ പ്രവൃത്തികളെല്ലാം അവന്റെ സന്ധിയിൽ ചെന്നേ മതിയാകൂ. നമ്മെ ഒരു ദിവസം ദൈവം ന്യായം വിധിക്കും, മറന്നു പോകരുതേ. പാപം നിന്റെ വാതുക്കൽ, മരണം നിന്റെ വാതുക്കൽ, ന്യായവിധി നിന്റെ വാതുക്കൽ. എന്നാൽ ഇതിനെ മുഴുവൻ തട്ടി മാറ്റിയിട്ട് ഒരുവൻ നിന്റെ വാതുക്കൽ നിന്ന് മുട്ടുന്നു, ഹൃദയവാതുക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്യം വായിക്കുന്നല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്യം എഴുതിയിരിക്കുന്ന എന്താ? ഹൃദയത്തിന്റെ വാതുക്കൽ നിന്ന് അവൻ മുട്ടുന്നു. ആമേൻ. വെളിപ്പാട് 3:20 ഈ പാപത്തെയും മരണത്തെയും ന്യായവിധിയെയും തട്ടിമാറ്റി യേശു ഹൃദയവാതുക്കൽ നിന്ന് മുട്ടുന്നു. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക. നിന്റെ ഹൃദയത്തിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കട്ടെ. ജീവിതത്തിൽ അധമമായ ഒത്തിരി ദോഷവശങ്ങളിലൂടെ നീ സഞ്ചരിച്ച് പാപവും മരണവും ന്യായവിധിയും നിന്റെ മേൽ ക്രൂരമായി വ്യാപരിച്ച് നിന്റെ ജീവിത പദപാതാളത്തിന് അവസാനം നീ ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് പാപത്തെ നീക്കി, മരണം നീക്കി, ന്യായവിധി മുഴുവൻ വഹിച്ച് നിനക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന കർത്താവായ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആകയാൽ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു. ഒരു ഭിക്ഷുവിനെ പോലെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആര് ഹൃദയം തുറക്കും? ആ യേശു നിന്റെ ജീവിതത്തിൽ നിന്റെ തകർച്ചയിൽ നിന്നെ വിടുവിക്കുവാൻ പോകുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. യേശുവിന്റെ സാന്നിധ്യം. ആമേൻ. ഒരു പഴയ പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, എന്റെ സ്വരം കേൾക്കുമോ മകനെ, മകളെ, കുഞ്ഞേ, ഇമ്പസ്വരം കേൾക്കുമോ മകനേ, മകളെ, കുഞ്ഞേ. സഹോദര, നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു എന്റെ യേശു. ആ സ്വരം നീ ഒന്ന് കേൾക്കുമോ? മരണത്തെ മാറ്റി, പാപത്തെ തട്ടിമാറ്റി, ന്യായവിധിയിൽ നിന്ന് മോചനം നൽകി, നിന്റെ അകത്ത് വസിച്ച് സമാധാനം നൽകി, സന്തോഷം നൽകി നിന്നെ നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പാപത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, നരകത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. അങ്ങേ ഞാൻ ഉൾക്കൊള്ളുന്നു. എൻ്റെ ഹൃദയം തുറക്കുന്നു. അങ്ങ് വന്നാട്ടെ. ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഈ സായാഹ്ന വേളയിൽ കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിപ്പാൻ ഒരു അവസരം കൂടെ നൽകി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യഥാർത്ഥമായി ഞങ്ങളുടെ കർത്താവ് വാതിക്കലായിരിക്കുന്ന ഈ അവസരത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന്,
മരണത്തിന്റെ ശക്തിയിൽ നിന്ന്, ന്യായവിധിയുടെ ശക്തിയിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം തുറന്ന് ദൈവത്തിന്റെ മകനായി മകളായി തീരുവാൻ ഞങ്ങളെ ശ്രമിക്കുന്ന ഏവർക്കും ദൈവമിടയാക്കണമേ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുന്ന ഏവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ നിലകളിലും അങ്ങയുടെ നാമത്തെ ഉയർത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.